പോസിറ്റീവ് വിങ്സ് ടു സക്സസ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയധികം വേദനകൾ? എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത്? ഞാൻ ഒരു പരാജയമാണോ? നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഒരു യാദൃശ്ചികതയല്ല. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു വലിയ നിയോഗത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ ഈ നിമിഷം നിങ്ങളെ സഹായിക്കും. നാം ഓരോരുത്തരും ദൈവത്തിന്റെ കരങ്ങളിലെ ഓരോ ഉപകരണങ്ങളാണ്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും തകർച്ചകളും നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ തേച്ചുമിനുക്കി എടുക്കാനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരാനുണ്ട്. അതിനായി നമുക്ക് ഒരു ചെറിയ കഥയിലൂടെ സഞ്ചരിക്കാം. ഒരു പെൻസിൽ നിർമ്മാതാവ് തന്റെ പെട്ടിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു ചെറിയ പെൻസിലിനോട് സംസാരിക്കുന്ന മനോഹരമായ ഒരു കഥയാണിത്. ഇത് കേവലം ഒരു കഥയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നേർചിത്രമാണ്. ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് മുൻപ് ആ ശില്പി തന്റെ പെൻസിലിനെ കൈകളിൽ എടുത്തു പറഞ്ഞു: നിനക്ക് ഈ ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നീ 5 കാര്യങ്ങൾ എപ്പോഴും ഓർത്തുവെക്കണം. ആ പെൻസിൽ വളരെ ആകാംക്ഷയോടെ അത് കേട്ടു. ശില്പി പറഞ്ഞു തുടങ്ങിയ ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു: നിനക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും, പക്ഷേ നീ നിന്നെത്തന്നെ ആരുടെയെങ്കിലും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഒരു പെൻസിലിന് സ്വന്തമായി ഒന്നും എഴുതാൻ കഴിയില്ല. അത് ഒരു കൈകളിൽ ഇരിക്കുമ്പോൾ മാത്രമേ മനോഹരമായ കവിതകളും ചിത്രങ്ങളും പിറവിയെടുക്കൂ. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന് അർത്ഥമുണ്ടാകുന്നത്. നിന്നെ കർത്താവിങ്കിൽ വരമേൽപ്പിക്കുക, അവൻ നിന്നെ പുലർത്തും എന്ന സങ്കീർത്തന വചനം ഇവിടെ ഓർക്കുക. നമ്മുടെ കഴിവുകളിലും അറിവിലും വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ സൃഷ്ടിച്ചവന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരമായ ഒരു കാവ്യമായി മാറും. രണ്ടാമതായി ശില്പി പറഞ്ഞ കാര്യം പെൻസിലിനെ അല്പം ഭയപ്പെടുത്തി. നിന്റെ ജീവിതത്തിൽ ഇടയ്ക്കിടെ നീ വേദന നിറഞ്ഞ മൂർച്ചക്കൂട്ടലുകൾക്ക് അഥവാ ഷാർപ്പനിങ്ങിന് വിധേയനാകേണ്ടി വരും. ആ സമയത്ത് നിനക്ക് വലിയ വേദന അനുഭവപ്പെടും. പക്ഷേ ഓർക്കുക, ആ വേദന നിന്നെ കൂടുതൽ മികച്ചതാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഇതിനോട് ഉപമിക്കാം. പരീക്ഷകൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതൊക്കെ നമ്മെ വേദനിപ്പിക്കുന്ന ഷാർപ്പനിങ് പ്രക്രിയകളാണ്. എന്നാൽ ദൈവം ഈ വേദനകൾ അനുവദിക്കുന്നത് നമ്മെ നശിപ്പിക്കാനല്ല. പഴയ നിയമത്തിലെ യോസഫിന്റെ ജീവിതം നോക്കുക. സ്വന്തം സഹോദരങ്ങളാൽ വിൽക്കപ്പെട്ട് കുഴിയിലും കാരാഗ്രഹത്തിലും കിടക്കേണ്ടി വന്ന യോസഫ് അനുഭവിച്ച വേദനകൾ വിവരണാതീതമാണ്. എന്നാൽ ആ വേദനകളാണ് അവനെ ഈജിപ്തിലെ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് എത്തിക്കാൻ പാകപ്പെടുത്തിയത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും നാളെ നിങ്ങൾ എത്താൻ പോകുന്ന വലിയൊരു വിജയത്തിന്റെ മുന്നോടിയാണ്. മൂർച്ച കൂട്ടാത്ത പെൻസിൽ കൊണ്ട് ഒന്നും എഴുതാൻ കഴിയില്ല എന്നതുപോലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകാത്ത മനുഷ്യന് ജീവിതത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയില്ല. മൂന്നാമത്തെ പാഠം വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തുമായിരുന്നു. നിനക്ക് സംഭവിക്കുന്ന തെറ്റുകൾ തിരുത്താൻ നിന്റെ മറുപുറത്ത് ഒരു ഇറേസർ ഉണ്ട്. അത് ഉപയോഗിക്കാൻ നീ മടിക്കരുത്. മനുഷ്യരായ നമുക്ക് തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ആ തെറ്റുകളിൽ തന്നെ ഉഴറി നടക്കാതെ അവ തിരുത്തി മുന്നേറാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇതിനെയാണ് നാം മാനസാന്തരം എന്ന് വിളിക്കുന്നത്. പത്രോസ് ആ കർത്താവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും തന്റെ തെറ്റ് തിരിച്ച് അറിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ സഭയുടെ പാറയായി മാറ്റി. നിങ്ങളുടെ ഭൂതകാലം എത്ര മോശമായിരുന്നാലും, നിങ്ങൾ ചെയ്ത തെറ്റുകൾ എത്ര വലുതായാലും ദൈവത്തിന്റെ കൃപയാൽ അത് മായ്ച്ചു കളയാൻ സാധിക്കും. പുതിയൊരു തുടക്കം കുറിക്കാൻ ദൈവം എപ്പോഴും നമുക്ക് അവസരം നൽകുന്നുണ്ട്. നാലാമതായി ശില്പി പറഞ്ഞത് പെൻസിലിന്റെ ഉള്ളിലെ കറുത്ത ഭാഗത്തെക്കുറിച്ചായിരുന്നു. നിന്റെ പുറമോടിയേക്കാൾ പ്രധാനം നിന്റെ ഉള്ളിലുള്ള കാര്യമാണ്. ഇന്ന് ലോകം മുഴുവൻ പുറമോടിയുടെ പിന്നാലെയാണ്. നല്ല വസ്ത്രം, ആഡംബര വീട്, പണം, ഇവയൊക്കെയാണ് വിജയത്തിന്റെ മാനദണ്ഡമെന്ന് പലരും കരുതുന്നു. എന്നാൽ ദൈവം നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പോയപ്പോൾ കണ്ടത് അവന്റെ പുറമേയുള്ള രൂപമായിരുന്നില്ല, മറിച്ച് ദൈവത്തോടുള്ള അവന്റെ ഹൃദയത്തിന്റെ അടുപ്പമായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തീയ മൂല്യങ്ങളും സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പ്രകാശിക്കും. പുറമെ കാണുന്ന സൗന്ദര്യത്തേക്കാൾ ഹൃദയത്തിന്റെ ശുദ്ധിക്ക് പ്രാധാന്യം നൽകുക. അവസാനമായി ആ ശില്പി പറഞ്ഞു: നീ പോകുന്നിടത്തെല്ലാം നിന്റേതായ ഒരു അടയാളം അവശേഷിപ്പിക്കണം. പെൻസിൽ എവിടെ സ്പർശിച്ചാലും അവിടെ ഒരു രേഖ അവശേഷിപ്പിക്കും. അതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും അടയാളങ്ങൾ നാം അവശേഷിപ്പിക്കണം. നമ്മുടെ പെരുമാറ്റം, സംസാരം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരണം. ഒരു മെഴുകുതിരി സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നത് പോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണം. ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ, നിരാശ നിങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ ഈ പെൻസിലിന്റെ കഥ ഓർക്കുക. നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലെ വിലപ്പെട്ട ഉപകരണമാണ്.
നിങ്ങളെ രൂപപ്പെടുത്തുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഷാർപ്പനിംഗ് പ്രക്രിയയിൽ നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടാകാം. മറ്റുള്ളവർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഓർക്കുക, ഏറ്റവും മനോഹരമായ ചിത്രം വരക്കാൻ ശില്പി തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും അധികം വേദന സഹിച്ച പെൻസിലിനെയായിരിക്കും. നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അവൻ പ്രതിഫലം നൽകും. വിശ്വാസത്തോടെ മുന്നേറുക. പോസിറ്റീവ് വിസിറ്റ് സക്സസ് ചാനലിലൂടെ ഞങ്ങൾ നൽകുന്ന ഈ മോട്ടിവേഷണൽ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവെക്കുക. അവരുടെ ജീവിതത്തിലും പ്രത്യാശയുടെ കിരണങ്ങൾ പടരട്ടെ. കൂടുതൽ കരുത്തോടെ, കൂടുതൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. നന്ദി.